ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആഡംബര വാഹനങ്ങളുടെ ചേസിംഗ് ചിത്രീകരണത്തിനിടെ അപകടത്തിൽ 20-കാരന് ദാരുണാന്ത്യം. വടകര കടമേരി സ്വദേശി ആൽവിൻ TK ആണ് ചിത്രീകരണത്തിനെത്തിച്ച വാഹനം ഇടിച്ച് മരിച്ചത്. കോഴിക്കോട് ബീച്ച് റോഡിലായിരുന്നു അപകടം. രണ്ട് വണ്ടി ഒരു ഗ്യാപ്പില്ലാത്ത ലെവലിൽ ഒരു വണ്ടി കിടക്കുക അവിടെ. അപ്പോൾ ആ സമയത്താണ് അപ്പോഴൊക്കെ ഓനെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി. അതായത് ഈ മരണപ്പെട്ട ഈ കുട്ടീനെ ഞങ്ങൾ ഈ ബ്ലാക്ക് വണ്ടിയിലാണ് കയറ്റുന്നത്. പിന്നെ അടുത്ത വണ്ടിക്കാരനാ പറഞ്ഞത് എന്താണ് ഇന്റെ ഇക്കാക്കാണ് മറ്റേ വണ്ടിയിലുള്ളത്, ആ വണ്ടി ഞങ്ങൾ വിടുന്നത്. ഇടിച്ചത് ബ്ലാക്ക് വണ്ടിയാണ് മുന്നോട്ട് നിൽക്കുന്നത്. ആ ബ്ലാക്ക് വണ്ടിയിലാണ് കയറ്റി കൊണ്ടുവന്നത് ഈ രോഗിനെ, ഈ മരണപ്പെട്ട ആളെ. ഈ ട്രാക്കിൽ രണ്ട് ട്രാക്കിൽ ഇത്ര ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ഒരു മിനിമം ഗ്യാപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. റീൽസ് ആണോന്ന് അറിയില്ല. നമ്മൾ ഈ രണ്ട് ഗ്യാപ്പിൽ എങ്ങനെ വരുന്നത് വണ്ടി അധികം ഗ്യാപ്പൊന്നുമില്ല. രണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ആൽവിന് ഈ ആൻഡ്രീന്റെ താഴത്ത് ഈ ആൻഡ്രിയിലില്ലേ ഈ ഇരുമ്പിന്റെ പൈപ്പ് അതാ അതിന്റെ താഴത്ത് അവിടെ ഇങ്ങനെ ഉണ്ട് കിടക്കുന്നത്. അപ്പോഴാണ് ഓരോ എടുക്കുന്നത്. ഏതാ ഇടിച്ചെന്നുള്ളല്ല, മുമ്പിലേക്ക് നിൽക്കുന്ന ഈ ബ്ലാക്ക് വണ്ടിയാണ് കിടക്കുന്നത്. ഇത് മറ്റേ വണ്ടിയാണ് ഈ വലതു ഭാഗത്ത് കിടക്കുന്നത്, മറ്റേ ഇടത് ഭാഗത്താണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. നാളെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം. ഇന്ന് രാവിലെ 7:30 ഉണ്ടായതാണ്. പിന്നെ ബോഡി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി നോക്കിയാണ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി അന്വേഷിച്ചിട്ട് അറിയിക്കുള്ളൂ. 2 കാറുണ്ടെന്ന് അറിയാം, അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. അയാൾ ചിത്രീകരിക്കുമ്പോൾ ആക്സിഡൻ്റ് ആയെന്ന് അത്രേ അറിയുള്ളൂ. കൂടുതൽ ഇപ്പം ഞാൻ ഈ അന്നേരം പോലെ ഇൻക്വസ്റ്റിലാണ്. പിന്നെ കൂടുതൽ അന്വേഷിച്ചിട്ട് ബാക്കി പറയാം. അഭിജിത്ത് മുഴക്കുന്നും മിഥില ബാലനും വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നാളെ രാവിലെയാണ് എന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്ന് നൽകാനുള്ള വിശദാംശം എന്താണ്? അനുജ, ഞാനിപ്പോൾ ഉള്ളത് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലാണ്. ഈ അപകടം നടന്ന സമയത്ത് അതിനുപയോഗിച്ചിരുന്ന ഈ റീൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന 2 വാഹനങ്ങൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിലൊന്ന് ഡിഫൻഡറാണ്, മറ്റൊന്ന് ബെൻസ് കാറാണ്. ഈ 2 വാഹനങ്ങളും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ അപകടം ഉണ്ടായത് രാവിലെ 7:30 മണിയോടടുപ്പിച്ചാണ്. ഇതിന്റെ കുറച്ചുകൂടി വ്യക്തമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്കിപ്പോൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയാനായി കഴിയുന്നത്, നേരത്തെ ആൽവിൻ, ഈ മരിച്ച ആൽവിൻ നേരത്തെ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ 2 പേരാണ് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനായി കോഴിക്കോട് ബീച്ചിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു ആൽവിൻ. അങ്ങനെയാണ് ഈ റീൽസ് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്തുള്ള റോഡ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിൽ വെച്ചായിരുന്നു റീൽസ് എടുക്കുന്നുണ്ടായിരുന്നത്. ഈ 2 വാഹനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിഫൻഡറും ബെൻസും ഉപയോഗിച്ച് റീൽ ഷൂട്ട് ചെയ്യുകയാണ്. സമാന്തരമായി ഈ വാഹനങ്ങൾ ഓടിക്കുകയും അതിനെ തുടർന്ന് ഒരു വശത്തിരുന്ന് ഈ ആൽവിൻ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയുമായിരുന്നു. അതിനിടയിൽ ആൽവിന്റെ ദേഹത്തേക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഡിഫൻഡർ കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ ആൽവിൻ മുകളിലേക്ക് തെറിച്ചു പോയെന്നും തുടർന്ന് വാഹനം മുന്നോട്ട് കടന്നുപോയതിനു ശേഷമാണ് ആൽവിൻ നിലത്തേക്ക് പതിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിലവിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. പോലീസിന്റെ കൈവശം ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് നമ്മളുമായി പങ്കുവെക്കുന്ന വിവരങ്ങളാണിവ. ഏതായാലും ആ ഒരു അപകടത്തിൽ വളരെ ഗുരുതരമായി തന്നെ ആൽവിന് പരിക്ക് പറ്റി. തുടർന്ന് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന, ഈ റീൽസ് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന 2 വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന 2 പേർ ചേർന്ന് തന്നെയാണ് ആൽവിനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് അപകടമുണ്ടായി ആ സമയത്ത് തന്നെ ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഗുരുതരമായി ആൽവിന് പരിക്ക് പറ്റിയിരുന്നു. 11 മണിയോടടുപ്പിച്ചാണ് ആൽവിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. വടകര കടമേരി സ്വദേശിയാണ് ആൽവിൻ. അവിടെ നിന്ന് ഈ റീൽസ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആൽവിൻ കോഴിക്കോട് ബീച്ചിന് സമീപത്തേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം. നേരത്തെ മിഥില ബാലൻ കൂടിയുണ്ട്. മിഥില, സാധാരണ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയുള്ള ഇത്തരം അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യാസമുള്ളതൊരു ജോലിയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ഷൂട്ടിനിടെയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ നിർഭാഗ്യകരമാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം. അങ്ങനെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഞാനുള്ളത് ബീച്ച് ആശുപത്രിയിലാണ്. അല്പസമയം മുമ്പാണ് ആൽവിൻ്റെ മൃതദേഹം ബീച്ച് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എനിക്കൊപ്പം ആൽവിൻ്റെ അയൽക്കാരൻ ചേരുന്നുണ്ട്. ഈ അപകടം അറിഞ്ഞ് രാവിലെ 7:30-ക്കാണ് അപകടമുണ്ടായത്. രാവിലെ അപകടം അറിഞ്ഞ ഉടൻ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ, ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയതായിരുന്നു അയൽക്കാരെല്ലാം തന്നെ. അവരിപ്പോൾ ഇവിടെ എനിക്കൊപ്പം അല്പസമയത്തിനകം ചേരും. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മോർച്ചറിയാണ്. ഈ മോർച്ചറിയിലാണ് ആൽവിൻ്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിക്കുക. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടി എന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം.
ഇവരും ഇപ്പോൾ ഈ നാട്ടുകാരും എല്ലാവരും തന്നെ ഇത്തരമൊരു അപകടമുണ്ടായി എന്ന് അറിഞ്ഞു മാത്രം ഇവിടെ എത്തിയതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് ചേട്ടാ, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അപകടത്തിനെ പറ്റി എന്താണ് അറിവുള്ളത്? ഇന്ന് രാവിലെ 7:00 സംഭവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 9 മണിക്കാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ബന്ധുക്കളും അച്ഛനും അമ്മയും ഞങ്ങളാണ് എന്ത് ചെയ്തത്, പിന്നെ ബേബി അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞാൽ അവിടെ വന്നാണ്. ഇവിടെ ഏകദേശം എന്ന് വെച്ചാൽ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട്, കമ്പനികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോ തയ്യാറാക്കുന്ന ഒരു പരിപാടി. അത് മൂപ്പർക്ക് 2 വർഷം മുമ്പ് ഒരു കിഡ്നി ഫെയിലായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അപ്പം കുറച്ച് വിദേശത്തേനും ഇവിടെ 6 മാസം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അതിനിടയിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള ചെറിയ കമ്പനീൻ്റെ ഈ വീഡിയോ ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ആ ചെയ്യുന്ന വണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇടിക്കുന്നത്. അതിൽ എത്രത്തോളം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ പേരിൽ പോയിട്ടില്ല. പക്ഷെ എന്ത് തന്നെയാലും ഇങ്ങനെയാണ് സംഭവം നടന്നത്. ഒരു ദാരുണമായൊരു സംഭവമാണ്. ഒറ്റ മകനാണ്. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഫാമിലിയൊക്കെ ഉള്ളത്. തീർച്ചയായും ഒറ്റ മകനാണ്. ഇത്തരത്തിലാണ് ഒരു ജോലിയുടെ ഭാഗമായി, പ്രൊമോഷൻ വർക്കിൻ്റെ ഭാഗമായി വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആൽവിന് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. അനൂജ, അതാണ്, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു പരിശോധനയുടെ ഭാഗമായി കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ ജോലിക്കിടെ ഇങ്ങനെ ഒരു മരണം ആൽവിന് സംഭവിച്ചത്.